ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 1ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ തദ്രീബു തിലാവയിലെ അദ്ദർസു താസി വശ്റൂൻ 29ാമത്തെ പാഠം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണെന്നൊക്കെ മനസ്സിലാക്കാം. നമ്മളിവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ടൈഗർ. ടൈഗറിന് അറബിയിൽ എന്താ പറയുക? നെമിർ. നെമിർ. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരമാണ് നൂന്. നൂനാണ് നമ്മളിതിൽ പഠിക്കുന്നത്. നൂന് ഹർക്കത്തുകളൊക്കെ മാറി വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നെമിർ, നെമിർ, നമിർ, നെമിർ. നജ്മുൻ, ന, നജ്മുൻ, നു, നുദുറുൻ, 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 നുദുറുൻ. നിസ്ഫുൻ, നിസ്ഫുൻ, നിസ്ഫുൻ. ബിൻതുൻ, ബിൻതുൻ. അപ്പം ന, നു, നീ, നെ. ന, നു, നീ, നെ. അടുത്തതോ നൂനിനെ നമ്മൾ നീട്ടുന്നതാണ്. മദ്ദക്ഷരമായ അലിഫ്, യാ, വാവ് വരുന്നത്. നാ കിസുൻ, നാ കിസുൻ, നാ കിസുൻ. മുനീറുൻ, മുനീറുൻ, മുനീറുൻ. ജുനൂദുൻ, ജുനൂദുൻ, ജുനൂദുൻ. ഈമാനുൻ, ഈമാനുൻ. ഇഹ്സാനൻ, ഇഹ്സാനൻ, ഇഹ്സാനൻ. ഹനാനിൻ, ഹനാനിൻ. അപ്പോൾ നമുക്ക് നീട്ടാൻ വന്നത് അലിഫ്, യാ, വാവ് ഒക്കെ നീട്ടുന്നു. പിന്നെ ഇവിടെ തൻവീൻ ലൊമ്മ വന്നു, തൻവീൻ ഫത്തഹ് വന്നു, തൻവീൻ കസറ വന്നു. അപ്പോൾ ഇവിടെ നുൻ, നൻ, നിൻ അതൊക്കെ മനസ്സിലാക്കുക. ന, നു, നി, മൻ. ന, നു, നി, മൻ. നാ, നൂ, നീ, നൻ, നുൻ, നിൻ. ഫതഹ തൻവീൻ വരുന്ന എല്ലാ അക്ഷരങ്ങൾക്കും അലിഫ് ചേർക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. നൂന്, നൂന്, നൂന് എഴുതുന്ന എഴുത്ത് രീതി മനസ്സിലാക്കുക. നൂന്. അടുത്തത് നെക്ര, നമുക്ക് വായിക്കാം. നബതുൻ, നബതുൻ. സനദുൻ, സനദുൻ. ഹഷിനുൻ, ഹഷിനുൻ. നാഖിസുൻ, നാഖിസുൻ. ഫുനൂനുൻ, ഫുനൂനുൻ. അനീദുൻ, അനീദുൻ, അനീദുൻ. അജ്ഫാനുൻ, അജ്ഫാനുൻ, അജ്ഫാനുൻ. അഫ്നാനൻ, അഫ്നാനൻ. അഖ്ദാനിൻ, അഖ്ദാനിൻ. മനസ്സിലാക്കുക. നൂന് വന്ന വ്യത്യസ്ത ഹർക്കത്തോട് കൂടി വന്ന വേർഡ്സുകളാണ്. അക്ഷരങ്ങൾ ചേർത്ത് പഠിക്കുക. നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങളൊക്കെ ചേർന്നിട്ടാണ് വന്നത്. മനസ്സിലാക്കുക. പിന്നെന്താണ്, നമുക്ക് ഖുർആനിൽ നിന്ന് ചെറിയൊരു ഭാഗം വന്നതാണ്. നെഹ്നു, നെഹ്നു. ഇവിടെ ഹായിനോട് ചേർത്ത് നൂന് എഴുതിയത് നമ്മൾ മുമ്പ് ബാവും താവും ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ നൂന് വന്നു. നെഹ്നു നഖുസ്സു അലൈക. ഇവിടെ ചേർത്ത് എഴുതുമ്പോൾ ആദ്യത്തിൽ വന്നത് മനസ്സിലാക്കുക. നെഹ്നു നഖുസ്സു അലൈക. ഇവിടെ അവസാനത്ത് വന്നപ്പോൾ താഴോട്ടാക്കി എഴുതിയ രീതിയൊക്കെ മനസ്സിലാക്കുക. അടുത്തതും വ നെഹ്നു, അതുപോലെ തന്നെ വ നെഹ്നു നുസബ്ബിഹു, നു ബിഹംദിക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിൽ നിന്നുള്ള ചെറിയ വേർഡ്സുകളാണ് വന്നത്. നോക്കാം. എന്താണ്? ഫലൻ അബ്രഹ, ഫലൻ അബ്രഹ. ഫലൻ നൂന് വന്നു, ന്, അബ്രഹ. അടുത്തതോ നസ്തഈനു, നസ്തഈനു, ന, നു, നസ്തഈനു. അഫനൽരിബു, അഫനൽരിബു, അഫനൽരിബു. അടുത്തതോ ബിളനീനിൻ, 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 ബിളനീനിൻ. നീനിൻ, ബിളനീനിൻ. നമുക്കിനി അതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. നെമിർ, നെമിർ ടൈഗർ, നെമിർ ടൈഗർ. നിലവിൽ നില നൽകാൻ. അപ്പോൾ അത് എഴുത്ത് രീതി പോലെ തന്നെ നമുക്കതിലൂടെ നിറം നൽകാം. നൂന്. അപ്പോൾ ആദ്യം പുള്ളിയൊന്നും കൊടുക്കരുത്. എഴുത്ത് രീതി പോലെ തന്നെ നമുക്ക് കൊടുക്കണം. അവസാനം പുള്ളി കൊടുക്കട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗ്രീനും ഇത് റെഡും കൊടുക്കാം. ഇനിയാ താഴെയുള്ള റൗണ്ടിൽ നൂന് വന്ന റൗണ്ടിന് നിറം നൽകാനാ. ഇത് നൂന്.
ഇത് ബാ വേണ്ട, ഇത് നൂന്, അതിന് നിറം കൊടുക്കുക. ഇത് ലോദ്, അത് വേണ്ട, ഇത് നൂന് കൊടുക്കുക. ഇത് ഫാ, അതിന് കൊടുക്കണ്ട. ഇത് നൂന്, അതിന് കൊടുക്കണ്ട. ഇത് നൂന്, ഇതിന് കൊടുക്കാം. അടുത്ത് ദാല്, അതിന് കൊടുക്കണ്ട. അപ്പോൾ ഇതിനൊക്കെ ഒരു പുള്ളി വന്ന അക്ഷരങ്ങളാണ് അല്ലേ, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് താഴെ ബാ അല്ലേ, ഇത് ലോദിന് മേലെ, ഫിനൊരു പുള്ളി, ദാലിനൊരു പുള്ളി അല്ലേ, നൂന് പോലെ തന്നെ. അപ്പം ഒക്കെ മനസ്സിലാക്കണം. നൂന് വന്ന റൗണ്ട് മാത്രമാണ് നിറം നൽകേണ്ടത്. അടുത്തത് എന്താണ്? താഴെ വന്നതിൽ വേർഡ്സിൽ നൂനിന് നമ്മൾ വട്ടം വരച്ചെടുക്കണം. എന്താണ്? നെബത്തുൻ, നെബത്തുനിൽ ആദ്യത്തിൽ വന്നു അല്ലേ. തിബനുൻ അവസാനത്തിൽ വന്നു. തീനുൻ, തീനുൻ അവസാനം വന്നു. കർനുൻ അവസാനം വന്നു. നിസ്ഫുൻ, നിസ്ഫുൻ ആദ്യത്തിൽ വന്നു. ബിന്തുൻ നടുവിൽ വന്നു അല്ലേ. അപ്പോൾ നൂനൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് അടയാളപ്പെടുത്തുക. ഇനി അടുത്ത എന്താണ്? നമുക്ക് വായിച്ചിട്ട് എഴുതണം. താഴോട്ട് എഴുതി കൊടുക്കുക. നക്റഉ വനക്തുബു. നഷ്കുറു, നഷ്കുറു, ഞാൻ ഫസ്റ്റ് വന്നു അല്ലേ, നഷ്കുറു. അപ്പം അതിനോട് ചേർത്ത് സീൻ എഴുതിയ രീതിയൊക്കെ മനസ്സിലാക്കുക. അടുത്തത് നഈമുൻ, 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 ന അയിന് ചേർത്ത് എഴുതൂ അല്ലേ. അടുത്തത് മിനനുൻ, മിനനുൻ, ന നുൻ, മിനനുൻ. അടുത്തതാ ജിനാനുൻ, ജിനാനുൻ, ജിനാനുൻ. നഖ്ബിലു, നഖ്ബിലു, നഖ്ബിലു. അപ്പം അത് വായിച്ചതുപോലെ അതിൻ്റെ എഴുത്ത് രീതി എങ്ങനെയാണോ എഴുതി അതുപോലെ എല്ലാവരും താഴോട്ട് എഴുതട്ടോ. അടുത്തത് എന്താണ്? അക്ഷരങ്ങൾ ചേർത്ത് താഴോട്ട് എഴുതണം. ക ന ഫുൻ, കനഫുൻ. അപ്പം അത് അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്ന രീതി? ചേർത്ത് എഴുതുന്ന രീതി. കാഫ് ഫസ്റ്റ് എഴുതുക, അതിനോട് ചേർത്തിട്ട് നൂന് എഴുതുക. അപ്പം നൂന് ഇടയിൽ എഴുതുമ്പോൾ ചെറിയ നൂനിടണം. മനസ്സിലായില്ല? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ക ന ഫുൻ, കനഫുൻ. അടുത്തതാ ജുമിഅ, ജുമിഅ, ജുമിഅ. അപ്പം അത് ചേർത്ത് എഴുതട്ടോ. പിന്നെ ഷുഇലുൻ, ഷുഇലുൻ, ഷുഇലുൻ. അതിന് ചേർത്ത് എഴുതുമ്പോൾ പുള്ളിയുള്ള അതിനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ജു ചേർത്ത് എഴുതുമ്പോൾ ആദ്യത്തിൽ എഴുതുന്നത് ആ, അവസാനത്തിൽ എഴുതുമ്പോൾ ചേർത്ത് എഴുതുന്ന രീതി ഒക്കെ നമ്മൾ മുന്നത്തെ പാഠത്ത് പഠിച്ചതൊക്കെ എങ്ങനെയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവസാനത്തിൽ എങ്ങനെ എഴുതുക എന്നിട്ടാ. അടുത്തത് ഷുഇലുൻ, ഷുഇലുൻ. അതിന് ഇതിനോട് ചേർത്ത് എഴുതുമ്പോൾ ഉള്ളിലോ അയിന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അവസാനത്തിൽ ലാം, ലുൻ. അടുത്തതാ നസ്റുൻ, 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 നസ്റു. എല്ലാ അക്ഷരങ്ങളും ചേർത്ത് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഒക്കെ ചേർത്ത് എഴുതി താഴോട്ട് എഴുതുക. ഇനി നമുക്കോട് ചേർത്ത് തന്നത് എന്താക്കണം? ഇതുപോലെ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതി കൊടുക്കണം. ഹുലിക്കത്ത്, ഹുലിക്കത്ത്. അപ്പോൾ ആദ്യത്തിൽ ഹ ഒക്കെ ഒറ്റക്ക് എഴുതുന്ന ഹ, ഹു, ലി അങ്ങനെ വേർതിരിച്ചിട്ട് എഴുതുക. കാഫ്, താ, ഹുലിക്കത്ത്. പിന്നെ സുത്തിഹത്ത്, സുത്തിഹത്ത്. അപ്പോൾ അത് ഹ ഇടയത്തതും എഴുതുമ്പോൾ ശ്രദ്ധിക്കാട്ടോ. റസൂലുൻ, റസൂലുൻ, സൂലുൻ, റസൂലുൻ. താഇലമു, താഇലമു, താ ഐന് ലാമ് മീമ്, താഇലമു. അപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് എഴുതുക. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി എന്താണ്? നക്തുബ്, എഴുതണം, പകർത്തി എഴുതാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ 5 കോളങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ താഴെ ഒന്നിന്ന് മുകളിലേക്ക് ഇങ്ങനെ എഴുതുക. ഫസ്റ്റ് എന്താ വന്നത്? നുർസിലു, നുർസിലു. അപ്പോൾ അത് പറഞ്ഞ് എഴുതുക. അടുത്തത് തൻസിലു, തൻസിലു, തൻസിലു. മുസ്ലിമുൻ, മുസ്ലിമുൻ. തകൂനു, തകൂനു, തകൂനു. മാനിഉൻ, മാനിഉൻ, മാനിഉൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ എത്രയാണ് ഈ 29ാമത്തെ പാഠത്തിൽ വന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമുക്കിനി കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി ഉള്ളൂ. നമ്മൾ അക്ഷരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ ഒക്കെ ഉപകാരപ്പെടുത്തുക. അക്ഷരങ്ങളൊക്കെ
ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുക. ഇനി നമുക്ക് കൂട്ടി വായന, അറബി, മലയാളമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒക്കെ അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കി പഠിച്ചാലാണ് നമുക്ക് വരുള്ളൂ, പഠിക്കാൻ കഴിയുള്ളൂ, മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.